ഒരു ക്വസ്റ്റ്യൻ 2023 CGL ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റീറ്റെയിലർ ഒരു ഡിസ്കൗണ്ട് 30% കൊടുക്കുവാണ്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 92,000 ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ എയർ കണ്ടീഷണർ 70% ബിലോ മാർക്കറ്റ് പ്രൈസ്. അതായത് മാർക്കറ്റ് പ്രൈസിനേക്കാളും 70% കുറവാണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ദെൻ ഈ ബയ്യർ മെമ്പർഷിപ്പ് കാർഡും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന റീറ്റെയിലർ എന്ത് ചെയ്യും? ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് ആയിട്ടുള്ള 20% കൂടി കൊടുക്കും. ആദ്യം ഒരു 30% കൊടുക്കും, പിന്നെ മെമ്പർഷിപ്പ് കാർഡ് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 20% കൂടി അഡീഷണൽ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഓഫ് ദ റീറ്റെയിലർ വിത്ത് മെമ്പർഷിപ്പ് കാർഡ് സ്കീം ഈസ് വാട്ട് പെർസെൻറ്റേജ് ദ പ്രോഫിറ്റ് ഓഫ് ദ റീറ്റെയിലർ വിത്തൗട്ട് മെമ്പർഷിപ്പ് കാർഡ്. അതായത് ഇവിടെ രണ്ട് കേസുണ്ടല്ലോ. ഒന്ന് മെമ്പർഷിപ്പ് കാർഡ് ഉള്ള കേസുണ്ട്, ദെൻ മെമ്പർഷിപ്പ് കാർഡ് ഇല്ലാത്ത കേസുണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ 92,000 ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ മാർക്കറ്റ് പ്രൈസ് 100 എടുക്കുന്നു. 100 എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ഇവർ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും 70% കുറവാണെന്നാണ് പറയുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ് 100 ആണെങ്കിൽ അതിനേക്കാളും 70% കുറവ്. 100 നിന്ന് 70 പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും? 30 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ കേസിൽ നമുക്ക് സെല്ല് ചെയ്യുന്ന എത്ര രൂപ നോക്കാം. സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, 100 രൂപയുടെ ഐറ്റമാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 30% എന്ന് വെച്ച് കഴിഞ്ഞാൽ 30% ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റത്തിന്റെ 70% വിലയ്ക്കായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. 70% വിലയ്ക്കായിരിക്കും കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 രൂപ കൊടുക്കും. 100 രൂപയാണെങ്കിൽ 30 രൂപ കുറച്ച് കൊടുക്കും എന്നാണ് അതിന്റെ മീനിങ്. 0 ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി പോയിട്ട് എത്ര വരും? 70 എന്ന് പറഞ്ഞത്. ഓക്കെ, ടോട്ടൽ ആക്ച്വലി നമുക്ക് കോസ്റ്റ് പ്രൈസ് 30 സെല്ലിംഗ് പ്രൈസ് 70. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40 രൂപ കിട്ടും. 40 രൂപ കിട്ടും. ഇനി അടുത്ത കേസിൽ 100 തന്നെയാണ് മാർക്കറ്റ് പ്രൈസ്, 30 കോസ്റ്റ് പ്രൈസ്. ഇനി എന്ത് ചെയ്യുന്നു? ഒരു അഡീഷണൽ ഡിസ്കൗണ്ട്. ആദ്യം ഒരു 30% കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയുടെ ഐറ്റം 80 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. 80 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഇവിടെ 0 എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി പോയിട്ട് 56 എന്ന് പറഞ്ഞു കിട്ടും. 56 എന്ന് പറഞ്ഞു കിട്ടും. ആക്ച്വലി നമുക്കിത് പേഴ്സൻറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എടുത്തും ചെയ്യാം. അതായത് 100 ഇൻറ്റു 30% എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/10 ആണ്. അതിനർത്ഥം 10 രൂപയുള്ള റേറ്റും 7 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ 20%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/5 ആണ്. ഡിസ്കൗണ്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപയുടെ ഐറ്റം 4 രൂപയ്ക്ക് വിൽക്കുന്നു, 1 രൂപ കുറച്ച് 4 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു രീതിക്കും നമുക്ക് ചെയ്യാം. രണ്ടിടത്തും 56 തന്നെയായിരിക്കും ആൻസർ വരാൻ പോകുന്നത്. ഓക്കെ, ഇനി 56 ആൻസർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോഫിറ്റ് 30 രൂപ കയ്യിൽ നിന്ന് ചിലവായിട്ടുള്ളൂ. ഇപ്പോൾ 56 രൂപ കിട്ടി, 26 രൂപയായിരിക്കും പ്രോഫിറ്റ്. ഓക്കെ, നമ്മളൊക്കെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഫിറ്റ് ആദ്യത്തെ കേസിലുള്ള രണ്ടാമത്തെ കേസിലുള്ള പ്രോഫിറ്റ്, മെമ്പർഷിപ്പ് കാർഡിലുള്ള പ്രോഫിറ്റ് വിത്തൗട്ട് മെമ്പർഷിപ്പ് കാർഡിലുള്ള പ്രോഫിറ്റിന്റെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് 26/40 ഫൈനൽ ആൻസർ വരേണ്ടത്. ഓക്കെ, 260ന്റെ പകുതിയുടെ പകുതി, അതായത് 130ഉം 130ന്റെ പകുതി 65. 65% ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.